എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിരുന്നത്. അതിന്റെ രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാം പാർട്ടിലേക്ക് കടക്കാം, ബാക്കി ഭാഗത്തേക്ക് കടക്കാം. It is so happened that during those days there arrived in a town a traveling show. എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് സോ ഹാപ്പൻഡ്, അപ്പോഴാണ് സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്? ദാറ്റ് ഡ്യൂറിങ് ദോസ് ഡേയ്സ്, ആ കാലത്ത്, ആ സമയത്ത്, അതായത് ഈ ഏഞ്ചൽ ആയിട്ടുള്ള മനുഷ്യന് പെലയോ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ വീട്ടിൽ നിൽക്കുകയും അവിടെ ആൾക്കാർ അദ്ദേഹത്തെ കാണാൻ വരികയും ചെയ്യുന്ന സമയത്ത് അവിടെ അറൈവ്ഡ്, എത്തിച്ചേർന്നു, ഇൻ ദി ടൗൺ, ആ പട്ടണത്തിൽ, ഈ ട്രാവലിംഗ് ഷോ, ഒരു ട്രാവലിംഗ് ഷോ എത്തിച്ചേർന്നു. ട്രാവലിംഗ് ഷോ എന്ന് പറഞ്ഞാൽ നമ്മൾ കാർണിവൽ, സർക്കസ് പോലെയുള്ള ഒരു ഷോ, അത് ആ നാട്ടിൽ എത്തിച്ചേർന്നു. The main attraction was the main attraction was a woman who had been changed into a spider by a burst of thunder and lightning. എന്താണ് പറയുന്നത്? The main attraction was, ആ ഒരു ട്രാവലിംഗ് ഷോയിലെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ, ആകർഷണം എന്ന് പറയുന്നത് എന്തായിരുന്നു? എ വുമൺ, ഒരു സ്ത്രീ ആയിരുന്നു. ഹു ഹാഡ് ബീൻ ചേഞ്ച്ഡ്, ആ സ്ത്രീ മാറിയിട്ടുണ്ട്, ഇൻടു എ സ്പൈഡർ, ഒരു എട്ടുകാലിയായിട്ട്. ബൈ, എന്തുകൊണ്ടാണ് ആ സ്ത്രീ ഒരു എട്ടുകാലിയായിട്ട് മാറിയത്? എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈനിങ്, ഇടിമിന്നലേറ്റിട്ടാണ്. അപ്പൊ ഇടിമിന്നലേറ്റ് ഒരു സ്ത്രീ എന്തായിട്ടുണ്ട്? എട്ടുകാലിയായിട്ട് മാറിയിട്ടുണ്ട്. ആ എട്ടുകാലിയായിട്ടുള്ള സ്ത്രീ ആയിരുന്നു ആ ട്രാവലിംഗ് ഷോയുടെ മെയിൻ അട്രാക്ഷൻ. ദ അഡ്മിഷൻ ഫീ, ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ഫീ, പണം. ടു സീ ഹർ, അവളെ കാണാനുള്ള, അപ്പൊ സർക്കസിനുള്ളിലേക്ക് അവളെ കാണാൻ, ആ സ്ത്രീയെ കാണാൻ വേണ്ടി കയറാനുള്ള അഡ്മിഷൻ ഫീ എന്ന് പറയുന്നത് വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദ ഏഞ്ചൽ. ലെസ് ദാൻ, അത് വളരെ കുറവായിരുന്നു. ദ ഫീ ടു സീ ദ ഏഞ്ചൽ, ആ മാലാഖിയെ കാണാൻ ഒരു ഫീ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പെലയോ നിശ്ചയിച്ചൊരു 5 സെന്റ് ഫീ ഉണ്ടല്ലോ, അതിനേക്കാൾ കുറവായിരുന്നു ഈ സ്ത്രീയെ കാണാനുള്ള പൈസ, പണം. സോ അതുകൊണ്ട് തന്നെ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹർ, പീപ്പിൾ, ജനങ്ങളൊക്കെയും ഫ്ലോക്ക്ഡ്, കൂട്ടത്തോടെ പോയി, ടു സീ ഹർ, അവളെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏഞ്ചലിനെ വിട്ടിട്ട് ആ സ്ത്രീയെ കാണാൻ വേണ്ടി ജനങ്ങൾ എല്ലാവരും അങ്ങോട്ട് മാറി, കാരണം പണം കുറവാണ്. They were also permitted to ask her all manner of questions about her absurd state. They were also permitted, ആ ജനങ്ങൾക്ക് പെർമിഷൻ ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, ടു ആസ്ക് ഹർ, അവളോട് ചോദിക്കാൻ, ഓൾ മാനർ ഓഫ് ക്വസ്റ്റ്യൻസ്, എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും, അബൌട്ട് ഹർ അബ്സേർഡ് സ്റ്റേറ്റ്, അവളുടെ ഈ അവസ്ഥയെക്കുറിച്ച്, അതായത് ഇടിമിന്നലേറ്റിട്ട് ഒരു എട്ടുകാലിയായിട്ട് മാറിയ സ്ത്രീയാണല്ലോ, ആ അവസ്ഥയെക്കുറിച്ച് എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും ജനങ്ങൾക്ക് ആ സ്ത്രീയോട് ചോദിക്കാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ എല്ലാവരും ആ സ്ത്രീയെ കാണാൻ വേണ്ടി അങ്ങോട്ട് കൂട്ടത്തോടെ പോയി. നമുക്കറിയാം, ഈ പെലയോയുടെ വീട്ടിലുള്ള ഏഞ്ചലോട് ചോദ്യം ചോദിച്ചാൽ തിരിച്ചു മറുപടി കിട്ടില്ല, കാരണം അദ്ദേഹത്തിന്റെ ഭാഷ വിദേശ ഭാഷയാണ്, ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയാണ്. പക്ഷെ ഈ സ്ത്രീ ആണെങ്കിലോ, ആ സ്ത്രീയോട് എന്ത് ചോദ്യം വേണമെങ്കിലും ഇവർക്കൊക്കെ ചോദിക്കാം. പിന്നെ ആ സ്ത്രീയെ കാണാനുള്ള പണവും കുറവായിരുന്നു. ദി ഓണേഴ്സ് ഓഫ് ദി ഹൗസ് ഹാഡ് നോ റീസൺ ടു lament. ദ ഓണേഴ്സ് ഓഫ് ദി ഹൗസ്, ഈ വീടിന്റെ ഉടമകൾ, നമ്മളെ പെലയോയും മെലിസിന്റെയും ഉണ്ടല്ലോ, ഹാഡ് നോ റീസൺ, അവർക്ക് കാരണം ഉണ്ടായിരുന്നില്ല, ടു lament, ദുഃഖിക്കാനോ അല്ലെങ്കിൽ സങ്കടപ്പെടാനോ കരയാനുള്ള കാരണം ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അവർക്ക് ദുഃഖിക്കേണ്ടി വരാതിരുന്നത്? വിത്ത് ദ മണി ദേ സേവ്ഡ് ദേ ബിൽറ്റ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. വിത്ത് ദ മണി, ആ പണം കൊണ്ട്, ദേ സേവ്ഡ്, അവർ സ്വരൂപിച്ച പണം ഉണ്ടല്ലോ, ആ പണം കൊണ്ട്, ദേ ബിൽറ്റ്, അവർ നിർമ്മിച്ചു, എ 2-story മാൻഷൻ, ഒരു 2 നിലയുള്ള ഒരു ബംഗ്ലാവ് അവർ നിർമ്മിച്ചു. വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്, എങ്ങനെയുള്ള ബംഗ്ലാവാണ്? അതിൽ ബാൽക്കണി ഉണ്ട്, ഗാർഡൻസ്, തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇറ്റ് ഓൾസോ ഹാഡ്, ആ വീടിനുണ്ടായിരുന്നു, ഹൈ നെറ്റിംഗ്, വളരെ ഉയരത്തിൽ നെറ്റ് കൊണ്ട് മറച്ചിരുന്നു. സോ ദാറ്റ്, അങ്ങനെയാവുമ്പോൾ ക്രാബ്സ് വുഡിന്റ് ഗെറ്റ് ഇൻ, അവിടെയുള്ള ഞണ്ടുകളൊന്നും അകത്തോട്ട് കയറിയില്ല. ഇൻ ഡ്യൂറിങ് ദ വിന്റർ, തണുപ്പ് കാലമാവുമ്പോൾ, മഴക്കാലമാവുമ്പോൾ. ആൻഡ് അത് മാത്രമല്ല, പിന്നെയോ, വേറെന്താണ് ആ വീടിന്റെ പ്രത്യേകത? അയൺ ബേൺസ്, ഇരുമ്പ് കമ്പികൾ വെച്ചിട്ടുണ്ടായിരുന്നു, ഓൺ ദി വിൻഡോസ്, ജനവാതിലില്. സോ ദാറ്റ്, അങ്ങനെയാവുമ്പോ ഏഞ്ചൽസ്, മാലാകമാരൊന്നും വുഡിൻ ഗെറ്റിൻ, അകത്തോട്ട് വരില്ല എന്നുള്ളതിന് വേണ്ടിയിട്ട് അവര് ജനവാതിലിൽ എന്ത് വെച്ചു? അയൺ ബേഴ്സും വെച്ചു. ഇവിടെ പറയുന്നുണ്ട്, അവരുടെ വീട്ടില് നെറ്റ് വെച്ചിട്ടുണ്ട്, ക്രാബ്സ്, അതായത് ഞണ്ടുകൾ അകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ പാഠം തുടങ്ങുന്നതിന് മുമ്പ് ഈ പാഠം വളരെ ചുരുക്കിയിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഈ കഥയുടെ ശരിക്കും ആദ്യ ഭാഗം എന്ന് പറയുന്നത്, നമുക്കറിയാം, പെലയോ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ തിരിച്ചു വരുന്നത് എവിടെ നിന്നാണ്? അദ്ദേഹത്തിന്റെ വീട്ടിൽ മഴക്കാലം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട് ഒരു കടൽ തീരത്താണ്. അപ്പൊ ഈ കടൽ തീരത്ത് നിന്നും ഒരുപാട് ഞണ്ടുകൾ എന്ത് ചെയ്യും? മഴക്കാലം ആകുമ്പോൾ വീടിനുള്ളിലേക്ക് വരും. അങ്ങനെ വീടിന്റെ ഉള്ളിലേക്ക് വന്ന ഞണ്ടുകളെ അവരെന്ത് ചെയ്യുന്നുണ്ട്? കൊല്ലുന്നുണ്ട്. കൊന്നുകാണ്ട് വീടിന്റെ ഒരു ഭാഗത്ത് കൂട്ടിയിടാണ്. ആ കൂട്ടിയിടുന്ന ഞണ്ടുകളുടെ സ്മെല്ല് കാരണമാണ് അവരുടെ ചെറിയ കുഞ്ഞു കുട്ടിക്ക് രോഗിയായത്, പനി വന്നത് എന്ന് അവർ വിചാരിച്ചിട്ട് ആ ഞണ്ടുകളെ എല്ലാം കടപ്പുറത്ത് അല്ലെങ്കിൽ ആ കടലിൽ തിരിച്ചു കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോയിട്ടായിരുന്നു തിരിച്ചു വന്നിരുന്നത്. അപ്പോ ഈ മഴക്കാലമാകുമ്പോൾ അവരുടെ വീട്ടിലേക്ക് ക്രാബ്സ്, ഞണ്ടുകൾ കയറി വരുന്ന ഒരു പ്രവണതയുണ്ട്. അത് തടയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? പുതിയ വീട് വെച്ചപ്പോൾ അതിൽ നെറ്റൊക്കെ വെച്ചിട്ട് സേഫ് ആക്കിയിട്ട് അദ്ദേഹം സെക്യൂരിറ്റി ചെയ്തു.
Peleo also set up a rabbit warren and gave up his job as a bailiff for good. Peleo also set up. Peleo സജ്ജീകരിച്ചു. എന്താണ് സജ്ജീകരിച്ചത്? എ റാബിറ്റ് വാറൻ, ഒരു മുയൽ ഫാം. റാബിറ്റ് വാർ എന്ന് പറഞ്ഞാൽ മുയൽ കാട് അല്ലെങ്കിൽ മുയൽ ഫാം. ആൻഡ് ഗേവ് അപ്പ്, അദ്ദേഹം ഉപേക്ഷിച്ചു ഹിസ് ജോബ്, അദ്ദേഹത്തിന്റെ ജോലി. എസ് എ ബെയിലിഫ്, അദ്ദേഹം ഒരു ബെയിലിഫ് ആണ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലെയുള്ള കോടതിയുടെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അത് അദ്ദേഹത്തിന്റെ ആ ജോലിയൊക്കെ അദ്ദേഹം ഉപേക്ഷിച്ചു ഫോർ ഗുഡ്, നല്ലതിന് വേണ്ടിയിട്ട്. അപ്പോൾ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? ഒരു മുയൽ ഫാം തുടങ്ങാണ്. എലിസെന്റ, അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള എലിസെന്റ ഉണ്ടല്ലോ, ബോർഡ് സം സാറ്റിൻ പംസ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇഡിസൻ സിൽക്ക്. അവൾ എന്താ ചെയ്യുന്നത്? ബോട്ട് അവൾ വാങ്ങി. സം, കുറച്ച്. സാറ്റിൻ പംസ്, സാറ്റിൻ പംസ് എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ ചെരുപ്പുകളെയാണ് സാറ്റിൻ പംസ് എന്ന് പറയാം. വിത്ത് ഹൈ ഹീൽസ്, നല്ല ഹീൽസ് ഒക്കെ ഉള്ള, നമുക്കറിയാം മടമ്പിന്റെ ഭാഗത്ത് നെരിയാണിയുടെ താഴെയായിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഉയരത്തിലുള്ള ചെരുപ്പുകളെയാണ് ഹീൽസ് എന്ന് പറയാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചെരുപ്പുകളൊക്കെ അവർ വാങ്ങി. ആൻഡ് മെനി ഡ്രസ്സസ്, ഒരുപാട് ഡ്രസ്സുകളും വാങ്ങി. ഓഫ് ഇഡിസൻ സിൽക്ക്, തിളങ്ങുന്ന പട്ടിന്റെ ഡ്രസ്സുകളും അവർ വാങ്ങി. എലിസെന്റ എന്ന് പറയുന്ന സ്ത്രീ വാങ്ങി. The chicken coop was the only thing that didn't receive any attention. The chicken coop was, ആ കോഴിക്കൂടായിരുന്നു. The only thing, ഒരേ ഒരു സാധനം, that didn't receive, കിട്ടാത്തത്, ലഭിക്കാത്തത്, any attention, ഒരു ശ്രദ്ധയും കിട്ടാത്തത്. വീട് മാറ്റി, അവരുടെ വസ്ത്രം മാറ്റി, അവർ ജോലിയൊക്കെ ഉപേക്ഷിച്ച് പുതിയ മുയൽ ഫാം ഒക്കെ തുടങ്ങി. എങ്കിലും അവരുടെ ശ്രദ്ധ എത്താത്ത ഒരേ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരേ ഒരു സാധനം എന്ന് പറയുന്നത് എന്തായിരുന്നു? ആ കോഴിക്കൂടായിരുന്നു. The dung heap stench from the coop was turning the new house into an old one. ദ ഡങ് ഹീപ്പ് സ്റ്റെഞ്ച്. ഡങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാഷ്ടം. ഹീപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ കൂമ്പാരം. സ്റ്റെഞ്ച്, അതുകൊണ്ടുള്ള നാറ്റം. അപ്പൊ ഈ കോഴിക്കൂട്ടിൽ കോഴികൾ ഇട്ട കാഷ്ടത്തിന്റെ കൂമ്പാരം കൊണ്ടുള്ള നാറ്റം. ഫ്രം ദി കൂപ്പ്, ആ കോഴിക്കൂട്ടിൽ നിന്നും. വാസ് ടേണിങ്, അത് മാറ്റി. ദ ന്യൂ ഹൗസ്, ആ പുതിയ വീടിനെ ഇൻടു ആൻ ഓൾഡ് വൺ, ഒരു പഴയ വീടാക്കി മാറ്റി. അപ്പോ പുതിയ വീട് വെച്ചെങ്കിലും ആ കോഴിക്കൂട്ടിൽ നിന്നുള്ള കാഷ്ടത്തിന്റെ നാറ്റം അപ്പോഴും അവിടെ ബാക്കി ഉണ്ടായിരുന്നു. പുതിയ വീടാണെങ്കിലും അത് പഴയ വീട് പോലെ തന്നെ തോന്നിപ്പിച്ചു. At first, when the child learned to walk, they were careful that he didn't get too close to the coop. At first, തുടക്കത്തിൽ, when the child learned to walk, അവരുടെ കുട്ടി നടക്കാൻ വേണ്ടി പഠിച്ചപ്പോൾ, they were careful, അവർ ഭയങ്കര ശ്രദ്ധിച്ചിരുന്നു. That, എന്താണ് അവർ ശ്രദ്ധിച്ചത്? He did not get too close, ആ കുട്ടി അടുത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടി, too close അടുത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, to the coop, ആ കോഴിക്കോടിന്റെ. പക്ഷേ then പിന്നീട് they began to lose, അവർക്ക് നഷ്ടമാവാൻ തുടങ്ങി, their fears, അവരുടെ പേടി. ആൻഡ് ഗോഡ് യൂസ്ഡ്, അവർ പരിചയമായി, ടു ദ സ്മെൽ, ആ സ്മെല്ലിനോട്. തുടക്കത്തിൽ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് അവരെന്തായി? കുറെ ദിവസങ്ങൾ അവിടെ തന്നെ നിന്ന് ആ സ്മെല്ല് അവർക്ക് പരിചയമായി. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത്, ആ കുട്ടിക്ക് രണ്ടാമത്തെ പല്ല് കിട്ടുന്നതിന് മുമ്പ്, പല്ല് വരുന്നതിന് മുമ്പ്, ഹി ഹാഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ, അവൻ കളിക്കാൻ വേണ്ടിയിട്ട് ആ കോഴിക്കോടിന്റെ ഉള്ളിലേക്ക് പോയി. ഹി ഹാഡ് ഗോൺ, അവൻ പോയി, ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ്, ആ കോഴിക്കോടിന്റെ ഉള്ളിലേക്ക് പോയി, ടു പ്ലേ, കളിക്കാൻ വേണ്ടിയിട്ട്. ആസ് ദ വയേഴ്സ് വെർ ഫാളിംഗ് അപ്പോർട്ട്, എന്തുകൊണ്ടാണ് ആ കുട്ടി ഉള്ളിലേക്ക് ഇറങ്ങാനും? കാരണം എന്താണെന്നറിയോ? ദ വയേഴ്സ്, അതിന്റെ വയറുകൾ, ആ കോഴിക്കോട് ഉണ്ടാക്കിയ കമ്പികൾ, വയറുകൾ ഉണ്ടല്ലോ, വെർ ഫാളിംഗ് അപ്പോർട്ട്, അത് തെന്നി നീങ്ങിയിരുന്നു. അതിനുള്ളിലൂടെ ചെറിയ ഗ്യാപ്പുകളൊക്കെ വന്നിരുന്നു, അവർ ശ്രദ്ധിക്കാതായിട്ട്. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ചിക്കൻ ബോക്സ് അറ്റ് ദ സെയിം ടൈം. ദേ ബോത്ത്, അവർ രണ്ടുപേരും, അതായത് ആ കോഴിക്കോടിന്റെ ഉള്ളിലുള്ള മാലാഖയും ഏഞ്ചലും അതേപോലെ തന്നെ ആ കുട്ടിയും, കെയിം ഡൗൺ വിത്ത് ചിക്കൻ ബോക്സ്, അവർ രണ്ടുപേരെയും ചിക്കൻ ബോക്സ് ബാധിച്ചു. അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം തന്നെ. The doctor who took care of the child couldn't resist the temptation to listen the angel's heart. The doctor, ആ ഡോക്ടർ ഉണ്ടല്ലോ, who took care of the child, ആ കുട്ടിയെ പരിചരിച്ച ഡോക്ടർ, ആ ഡോക്ടർ couldn't resist, അദ്ദേഹത്തിനെ മാറ്റി നിർത്താനായില്ല. The temptation, അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം. എന്തിന്റെ ആഗ്രഹമാണ്? To listen, കേൾക്കാൻ, to the angel's heart, ആ ഏഞ്ചലിന്റെ ഹൃദയമിടിപ്പ് കേൾക്കാൻ അദ്ദേഹത്തിന് ഒരു ടെംപ്റ്റേഷൻ, ഒരു ത്വരയുണ്ടായി. അതിനെ മാറ്റി നിർത്താൻ, അതിനെ എതിർക്കാൻ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ കുട്ടിയെ പരിചരിച്ച പോലെ തന്നെ ആ ഏഞ്ചലിന്റെ ഹൃദയമിടിപ്പ് ഒന്ന് കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഹി ഫൗണ്ട്, അദ്ദേഹം കണ്ടെത്തി, സോ മച്ച് വിസിലിംഗ്, ഒരുപാട് ശബ്ദങ്ങൾ, ഇൻ ദി ഹാർട്ട്, ആ ഹൃദയത്തിൽ നിന്നും. ആൻഡ് സോ മെനി സൗണ്ട്സ്, മറ്റൊരുപാട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്, ഇൻ ദി കിഡ്നീസ്, അയാളുടെ കിഡ്നിയിൽ നിന്നും. വാട്ട് സർപ്രൈസ് ഹി മോസ്റ്റ്, അയാളെ കൂടുതൽ സർപ്രൈസ് ആക്കിയത് എന്താണെന്നറിയോ? ഹവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്, അയാളുടെ വിങ്സിന്റെ, ചിറകുകളുടെ ലോജിക് ആയിരുന്നു അയാളെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിച്ചത്. ദേ സീംഡ്, അവ കാണപ്പെട്ടു, ആ ചിറകുകൾ കാണപ്പെട്ടു. സോ നാച്ചുറൽ, വളരെ സ്വാഭാവികമായിട്ട്. ഓൺ ദാറ്റ്, എങ്ങനെയാണ്? കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം, ഒരു മനുഷ്യന്റെ, പൂർണ്ണമായിട്ടും ഒരു മനുഷ്യന്റെ ഓർഗാനിസം, ഒരു മനുഷ്യന്റെ അവയവങ്ങൾ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ വളരെ സ്വാഭാവികമായിട്ടുള്ളതായിട്ടാണ് ആ ചിറകുകൾ കാണപ്പെട്ടത്. ഹി കുഡിൻ അണ്ടർസ്റ്റാൻഡ്, അദ്ദേഹത്തിന് മനസ്സിലായില്ല.
വൈ അതർ പീപ്പിൾ, എന്തുകൊണ്ട് ബാക്കിയുള്ള ആൾക്കാർക്ക് ഡിഡിൻ ഹാവ് ദം ടു, ആ ചിറകുകളില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായില്ല. അപ്പൊ ഇവിടെ പറയുന്നത് അദ്ദേഹം ആ ഏഞ്ചലിനെ പരിശോധിച്ചപ്പോൾ അയാളുടെ ചിറകുകളൊക്കെ പരിശോധിച്ചു. അപ്പൊ അയാൾ നെട്ടിയ കാര്യം എന്താ, ഈ ചിറകുകൾ മനുഷ്യന്റെ ശരീരത്തിലുള്ള മറ്റുള്ള അവയവങ്ങളെ പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, സോ നാച്ചുറൽ ആണ്. അപ്പോൾ ഇയാൾക്ക് മാത്രം ചിറകുകൾ ഉണ്ട്, മറ്റുള്ള മനുഷ്യന്മാർക്ക് എന്തുകൊണ്ട് ഇതേപോലെ ചിറകുകളില്ല എന്നുള്ള ഒരു ചിന്ത ആ ഡോക്ടറുടെ ഉള്ളിൽ ഉണ്ടായി. വെൻ ദ ചൈൽഡ് ബിഗാൻ സ്കൂൾ, വെൻ അപ്പോൾ എപ്പോഴാണ്, ദ ചൈൽഡ് ആ കുട്ടി ബിഗാൻ സ്കൂൾ തുടങ്ങിയപ്പോ, ദ സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്ഡ്, ദ സൺ ആൻഡ് റെയിൻ എന്ന് പറഞ്ഞാൽ വെയിലും മഴയും, ഹാഡ് കോസ്ഡ് കാരണമായി, ദ കൊളാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്, കൊളാപ്സ് എന്ന് പറഞ്ഞാൽ തകരാന്, ഓഫ് ദ ചിക്കൻ കൂപ്പ് എന്ന് പറഞ്ഞാൽ കോഴിക്കോട്. അപ്പൊ ഒരു കുട്ടി ദിവസം സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയ കുട്ടി അപ്പൊ ഒരു ദിവസം എന്ത് ചെയ്യാണ്, കോഴിക്കോട് തകരാനുള്ള കാരണം എന്താണ്, വെയിലും മഴയും കൊണ്ടിട്ടായിരുന്നു. The angel went dragging himself about here and there like a stray dying man. The angel, ആ മാലാക, went dragging himself, അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നിരങ്ങി നീങ്ങിക്കൊണ്ടിരുന്നു. About here and there, അങ്ങോട്ടും ഇങ്ങോട്ടും, ലൈക്ക് ഏതുപോലെയാണ്, എ സ്ട്രേ ഡൈങ് മാൻ, ഒരു അലഞ്ഞിരുന്ന് നടക്കുന്ന, ഒരു ഗതിയും ഇല്ലാത്ത മരിക്കാനായ ഒരു മനുഷ്യനെ പോലെ. സ്ട്രേ എന്ന് പറഞ്ഞാൽ നമ്മൾ അലഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് നമ്മൾ സ്ട്രേ എന്ന് പറയും, ഒറ്റപ്പെട്ട് നിൽക്കുന്ന. ഡൈങ് മാൻ എന്ന് പറഞ്ഞാൽ മരിക്കാനായ ഒരു മനുഷ്യൻ. അപ്പൊ പ്രായമായിട്ടുണ്ട്, അദ്ദേഹത്തിന് സുഖമില്ല, നമുക്കറിയാം, കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പോലെയായിരുന്നു അദ്ദേഹത്തെ കാണപ്പെട്ടത്. ഹി സീംഡ് ടു ബി, അദ്ദേഹത്തെ കാണപ്പെട്ടു ഇൻ സോ മെനി പ്ലേസസ്, ഒരുപാട് സ്ഥലങ്ങൾ അദ്ദേഹത്തെ കാണപ്പെട്ടു. അറ്റ് ദ സെയിം ടൈം, ഒരേ സമയം തന്നെ. അപ്പൊ ഒരേ സമയം തന്നെ പല സ്ഥലങ്ങളിലായിട്ട് അദ്ദേഹത്തെ കാണപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഒരേ സമയത്ത് കാണപ്പെടല്ല, അദ്ദേഹം കുറച്ച് സമയം ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ അടുത്ത സമയം കുറച്ച് കഴിഞ്ഞാൽ വേറെ സ്ഥലത്തേക്ക് മാറി നിൽക്കും. അപ്പൊ നോക്കുമ്പോൾ, ഒരാളിങ്ങനെ വന്ന് നോക്കുമ്പോൾ അദ്ദേഹം പല സ്ഥലങ്ങളിലായിട്ട് നിൽക്കുന്നതായിട്ട് കാണപ്പെട്ടു. ഹി കുഡ് സ്കേഴ്സ്ലി ഈറ്റ്, ഹി കുഡ് സ്കേഴ്സ്ലി ഈറ്റ്, സ്കേഴ്സ്ലി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വേർഡാണ്. ഹി കുഡ് സ്കേഴ്സ്ലി ഈറ്റ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി, ഹിസ് ഐസ് അദ്ദേഹത്തിന്റെ കണ്ണുകളാകട്ടെ ഹാഡ് ഓൾസോ ബിക്കം, അതായി തീർന്നിരുന്നു, സോ ഫോഗി മങ്ങിയിരുന്നു. അപ്പൊ അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല, രണ്ടാമത് അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഫോഗി മങ്ങിയിരുന്നു. ദാറ്റ് അതുകൊണ്ട് ഹി വെന്റ് അബൌട്ട് ബംബിങ്, അദ്ദേഹം കൂട്ടിയിടിച്ചു ഇൻ ടു പോസ്റ്റുകളിലെ തൂണുകളിലൊക്കെ. അപ്പൊ കണ്ണ് ശരിക്കും കാണാത്തത് കൊണ്ട്, മങ്ങിയത് കൊണ്ട് തന്നെ അദ്ദേഹം പല പോസ്റ്റുകളിലും പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടിയിടിക്കുന്നുണ്ട്. പെലയോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം, പെലയോ എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രം ഉണ്ടല്ലോ, ത്രൂ എറിഞ്ഞു കൊടുത്തു, എ ബ്ലാങ്കറ്റ് ഒരു പുതപ്പ്, ഓവർ ഹിം അയാളുടെ ശരീരത്തിലേക്ക്. ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്, അദ്ദേഹത്തെ വീടിനോട് ചേർന്നുള്ള ഒരു ഷെഡിൽ ഉറങ്ങാൻ അനുവദിച്ചു. ഓൺലി ദെൻ, അപ്പോഴാണ് ഡിഡ് ദേ നോട്ടീസ്, അവർ ശ്രദ്ധിച്ചത്, ദാറ്റ് എന്താണ് അവർ ശ്രദ്ധിച്ചത്, ഹി ഹാഡ് എ ടെമ്പറേച്ചർ, അദ്ദേഹത്തിന് ടെമ്പറേച്ചർ ഉണ്ട്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ചൂടുണ്ട്, അറ്റ് നൈറ്റ് രാത്രി. അവർ ബിക്കെയിം അലാംഡ്, ഭയങ്കര അലാംഡായി, ഭയങ്കര പേടിച്ചു, അല്ലെങ്കിൽ അവര് ഭയങ്കര ശ്രദ്ധയാലുക്കലായിട്ട് മാറി. കാരണം എന്താ, ദേ തോട്ട്, അവർ വിചാരിച്ചു, ഹി വാസ് ഗോയിങ് ടു ഡൈ, അദ്ദേഹം മരിക്കാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. കാരണം മരിച്ചു പോയാൽ ഈ മാലാഖയെ എന്ത് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ലായിരുന്നു, അതുകൊണ്ട് അവർ പേടിച്ചു, അലാംഡായി പേടിച്ചു, കാരണം ഇയാൾ മരിച്ചു പോയാൽ എന്ത് ചെയ്യാന്ന് അവർക്ക് അറിയില്ല. ആൻഡ് യെറ്റ്, പക്ഷെ എന്നിട്ട് പോലും, ഹി നോട്ട് ഓൺലി സർവൈവഡ്, അദ്ദേഹം അതിജീവിച്ചു എന്നുള്ളത് മാത്രമല്ല, ഹിസ് വേഴ്സ്റ്റ് വിന്റർ, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട തണുപ്പ് കാലം അതിജീവിച്ചു എന്നുള്ളത് മാത്രമല്ല, ബട്ട് പക്ഷേ സീംഡ്, അദ്ദേഹത്തെ കാണപ്പെട്ടു, ഇംപ്രൂവ്ഡ്, വളരെ മെച്ചപ്പെട്ട രൂപത്തിൽ കാണപ്പെട്ടു, വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്, സൂര്യനുള്ള ഒരു വെയിലുള്ള ദിവസങ്ങളിൽ. അപ്പൊ ഈ മഴയൊക്കെ കഴിഞ്ഞിട്ട് സൂര്യനുള്ള വെയിലുള്ള വേനൽ ദിവസങ്ങൾ വന്നപ്പോൾ അദ്ദേഹം കൂടുതൽ മെച്ചപ്പെട്ടതായിട്ട് കാണപ്പെട്ടു. ഹി റിമെയിൻഡ് മോഷൻലെസ്, അദ്ദേഹം അനങ്ങാതെ നിന്നു, ഫോർ സെവറൽ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾ, ഇൻ ദ ഫോർത്തസ്റ്റ് കോർണർ, വളരെ അകലെയുള്ള മൂലയിൽ, ഓഫ് ദ കോർട്ട്യാർഡ്, ആ മുറ്റത്തിന്റെ, അപ്പൊ അവരുടെ വീടിന്റെ മുറ്റത്തിന്റെ അകലെയുള്ള മൂലയിൽ അദ്ദേഹം അനങ്ങാതെ കുറച്ച് ദിവസം നിന്നു. അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഡിസംബർ, അങ്ങനെ ഡിസംബറിന്റെ തുടക്കത്തിൽ, സം ലാർജ്, കുറച്ച് വലിയ, സ്റ്റിഫ് ബലമുള്ള, ഫെദേഴ്സ് തൂവലുകൾ, ബിഗാൻ ടു ഗ്രോ, വളരാൻ തുടങ്ങി, ഓൺ ഹിസ് വിങ്സ്, അയാളുടെ ചിറകുകളിൽ. അപ്പോ ഡിസംബർ തുടങ്ങിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അദ്ദേഹത്തിന്റെ ചിറകുകൾ ഉണ്ടല്ലോ, ആ ചിറകില് ഫെദേഴ്സ് തൂവലുകളൊക്കെ വരാൻ തുടങ്ങി, വലിയ നല്ല ഉറപ്പുള്ള തൂവലുകളൊക്കെ വളരാൻ തുടങ്ങി. ദേ ലുക്ക്ഡ് ലൈക്ക്, അവ കാണപ്പെട്ടു, ദ ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ, ഒരു സ്കെയർ ക്രോ, നമ്മൾ കാക്കകളൊക്കെ പേടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, പാടത്തൊക്കെ വെക്കുന്ന കോല ഉണ്ടല്ലോ, അതേപോലെ ഒരു കോലത്തിൽ കാണുന്ന പോലെയുള്ള ഫെദേഴ്സ് തൂവലുകളൊക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ അങ്ങനെയാണ് കാണപ്പെട്ടത്. ഓക്കെ. One morning, Elisinda was cutting some bunches of onions and lunch when a wind blew into the kitchen. One morning, ഒരു ദിവസം രാവിലെ, എലിസൻഡ വാസ് കട്ടിങ്, എലിസൻഡ മുറിക്കുകയായിരുന്നു, സം ബഞ്ചസ് ഓഫ് ഒനിയൻസ്, ഒരു കൂട്ടം ഒനിയൻസ്, നമ്മൾ ഉള്ളി മുറിക്കുകയായിരുന്നു, ഫോർ ലഞ്ച്, ഉച്ചക്കത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. വെൻ അപ്പോൾ എ വിൻഡ് ബ്ലൂ, ഒരു കാറ്റ് വീശി, ഇൻ ടു ദ കിച്ചൺ, അടുക്കളയിലേക്ക്.
ദെൻ ഷീ, അതിനുശേഷം ആ സ്ത്രീ, അതായത് നമ്മൾ എലിസെൻഡ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടല്ലോ, വെന്റ് ടു, ചെന്ന് നോക്കി, ദ വിൻഡോ, ജനവാതിലേക്ക്, ആൻഡ് ഫൗണ്ട്, അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ച എന്താ, അവർ കണ്ടെത്തിയത് എന്താണ്, ദ ഏഞ്ചൽ, ആ മാലാഖ ഉണ്ടല്ലോ, ഇൻ ഹിസ് ഫസ്റ്റ് അറ്റംപ്റ്റ്, അയാളുടെ ആദ്യത്തെ ശ്രമമാണ് അറ്റ് ഫ്ലൈറ്റ്, പറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അടുക്കളയിലേക്ക് കാറ്റ് വീശിയത് നോക്കാൻ വേണ്ടിയിട്ട് പോയി നോക്കിയപ്പോൾ കണ്ട കാഴ്ച, ആ മാലാഖ പറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ദീസ് വേർ സോ ക്ലംസി, വളരെ ബുദ്ധിമുട്ടിയ പോലെയായിരുന്നു കാണപ്പെട്ടത്. ദെൻ ഹി വാസ് ഓൺ ദ പോയിന്റ് ഓഫ് നോക്കിംഗ് ദ ഷട്ട് ഡൗൺ. എന്താണ് ഹി വാസ് ഓൺ ദ പോയിന്റ്, അദ്ദേഹം ഒരു അവസ്ഥയിലായിരുന്നു. ഏതവസ്ഥയിലാണ്, നോക്കിംഗ് ദ ഷട്ട് ഡൗൺ, ആ ഷെഡ് തകർക്കുന്ന അവസ്ഥയിലായിരുന്നു കാണപ്പെട്ടത്. ആസ്, കാരണം ഹി കുഡിൻ ഗെറ്റ് ഗ്രിപ്പ്, അദ്ദേഹത്തിന് ഗ്രിപ്പ് കിട്ടിയില്ല, പിടുത്തം കിട്ടിയില്ല, ഓൺ ദി എയർ, അന്തരീക്ഷത്തിൽ. അപ്പൊ ആദ്യം കുറെ കാലത്തിന് ശേഷം പറക്കാണല്ലോ, അപ്പൊ അന്തരീക്ഷത്തിൽ അദ്ദേഹത്തിന് ഗ്രിപ്പ് കിട്ടാത്തത് കൊണ്ട് ആ ഷെഡ് തകർക്കുന്ന പോലെയാണ് കാണപ്പെട്ടത്. ബട്ട്, പക്ഷേ, ദെൻ, പിന്നീട്, ഹി ഡിഡ് മാനേജ്, അദ്ദേഹം മാനേജ് ചെയ്തു, കൈകാര്യം ചെയ്തു, ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്, ഉയരത്തിലെത്താൻ വേണ്ടിയിട്ട്. അപ്പൊ അദ്ദേഹം തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് അദ്ദേഹം ഉയരത്തിലെത്താൻ മാനേജ് ചെയ്തു എന്നാണ് പറയുന്നത്. എലിസെന്ത എന്ന് പറയുന്ന സ്ത്രീ, ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ്, ലെറ്റ് ഔട്ട്, പുറത്തു വിട്ടു, എ സൈ ഓഫ് റിലീഫ്, ഒരു ആശ്വാസത്തിന്റെ നെടുവീർപ്പ് വിട്ടു. സൈ എന്ന് പറഞ്ഞാൽ നെടുവീർപ്പ്, റിലീഫ് എന്ന് പറഞ്ഞാൽ ആശ്വാസം. ഫോർ ഹെർസെൽഫ്, അവൾക്ക് വേണ്ടിയും, അവൾക്കും ആശ്വാസമാണ്. ആൻഡ് ഫോർ ഹിം, അയാൾക്കും ആശ്വാസമാണ്. അപ്പോൾ അയാൾ പറന്നു പോയി കഴിഞ്ഞാൽ ഇവൾക്കും ആശ്വാസമാണ്, അതേപോലെ തന്നെ ആ പറന്നു പോകുന്ന ഏഞ്ചലിനും ആശ്വാസമാണ്. അതുകൊണ്ട് അവളൊരു ആശ്വാസത്തിന്റെ നെടുവേർപ്പെട്ടു. വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്, എപ്പോഴാണ് നെടുവേർപ്പെട്ടത്, വെൻ, അപ്പോൾ, ഷീ വാച്ച്ഡ്, അവൾ നോക്കി നിന്നപ്പോ, ഹിം, അദ്ദേഹത്തെ, പാസ് ഓവർ, കടന്നു പോകുന്നത്, ദ ലാസ്റ്റ് ഹൗസസ്, അവിടെയുള്ള അവസാനത്തെ വീടും കടന്ന് അദ്ദേഹം പറന്നു പോകുന്നത് നോക്കി നിന്നപ്പോ ആശ്വാസത്തിന്റെ ഒരു നെടുവേർപ്പെട്ടു. ഹി വാസ് ഹോൾഡിംഗ് ഹിംസെൽഫ് അപ്പ്, അദ്ദേഹം ആ ഉയരത്തിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. സം വേ, ഏതെങ്കിലും രൂപത്തിൽ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും, വിത്ത് റിസ്കി ഫ്ലാപ്പിംഗ്, വളരെ റിസ്ക് ആയിക്കൊണ്ട്, ബുദ്ധിമുട്ടിക്കൊണ്ട്, ഫ്ലാപ്പിംഗ്, ചിറകടിച്ചുകൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ശരിക്കും പറക്കാൻ കഴിയില്ല, പുതിയ ചിറകുകൾ വന്നേ ഉള്ളൂ, കുറെ ദിവസം പറന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം വളരെ ബുദ്ധിമുട്ടിക്കൊണ്ട്, റിസ്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ റിസ്കി ആയിക്കൊണ്ട് അദ്ദേഹം എന്താണ്, ഫ്ലാപ്പിംഗ്, ചിറകടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓഫ് എ സിനൈൽ വൾച്ചർ, ഒരു പ്രായമായ ഒരു കഴുകനെ പോലെ. ഒരു പ്രായമായ കഴുകൻ എങ്ങനെയായിരിക്കുമോ പറക്കുക, അതേപോലെ തന്നെ അദ്ദേഹം ബുദ്ധിമുട്ടിക്കൊണ്ട്, ചിറകടിച്ചുകൊണ്ട് ആ ഉയരത്തിൽ തന്നെ ഇങ്ങനെ നിലനിന്ന് പറക്കാൻ അദ്ദേഹം ശ്രമിക്കുകയായിരുന്നു. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം, അവള്, ആ സ്ത്രീ, എലിസെൻഡ എന്ന് പറയുന്ന ഭാര്യ ഉണ്ടല്ലോ പെലയുടെ, കെപ്റ്റ് വാച്ചിങ്, നോക്കിക്കൊണ്ടേയിരുന്നു അദ്ദേഹത്തെ. ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിംഗ് ദ ഒനിയൻസ്, എപ്പോൾ പോലും, ഷീ വാസ് ത്രൂ കട്ടിംഗ്, അവർ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും, ദ അനിയൻസ്, അവിടെയുള്ള ഉള്ളി. അപ്പൊ തിരിച്ചു വന്ന് അടുക്കളയിൽ വന്ന് ഉള്ളി മുറിക്കുമ്പോഴും ആ പറന്നു പോകുന്ന ഏഞ്ചലിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു നമ്മുടെ എലിസെൻഡ. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ്, അവൾ നോക്കിക്കൊണ്ടേയിരുന്നു, അണ്ടിൽ ഇറ്റ് വാസ് നോ ലോങ്ങർ പോസിബിൾ, അവൾക്ക് കഴിയാത്ത അത്രയും വരെ. എന്ത് കഴിയാത്ത അത്രയും വരെ, ഫോർ ഹെർ ടു സീ, അവൾക്ക് കാണാൻ കഴിയാത്ത അത്രയും വരെ, ഹിം, അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ദൂരേക്ക് പറന്നു പോവാണ്. അദ്ദേഹത്തെ കാണാനാവാത്തത് വരെ എന്ത് ചെയ്തു, ആ സ്ത്രീ അദ്ദേഹത്തിനെ നോക്കി നിന്നു. ഹി വാസ് നോ ലോങ്ങർ, അദ്ദേഹം ആയിരുന്നില്ല, എൻ അനോയൻസ്, ഒരു ശല്യമായിരുന്നില്ല, ഇൻ ഹെർ ലൈഫ്, അവളുടെ ജീവിതത്തിൽ. ബട്ട്, പക്ഷേ, അൻ ഇമേജിനറി ഡോട്ട്, ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു ഡോട്ട്, ഒരു കുത്ത് മാത്രമായിരുന്നു, ഓൺ ദ ഹൊറിസോൺ ഓഫ് ദ സീ, ആ കടലിന്റെ ചക്രവാളത്തിൽ. അപ്പൊ ആ കടലിന്റെ മുകളിലായിട്ട് ചക്രവാളത്തിൽ അവളുടെ മനസ്സിലുള്ള സങ്കല്പത്തിലുള്ള ഒരു കുത്ത് മാത്രമായിട്ട് ആ മനുഷ്യൻ മാറി. അദ്ദേഹത്തെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ അവിടെ അദ്ദേഹം പറന്നു പോകുന്ന ഒരു കുത്ത് പോലെ അവൾക്ക് ഇങ്ങനെ ഇമാജിനറിയിൽ തോന്നുകയാണ്, സങ്കല്പത്തിൽ തോന്നുകയാണ്. അപ്പൊ അതുവരെ ആ സ്ത്രീ അങ്ങോട്ട് തന്നെ നോക്കി നിന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ കഥ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഈ കഥയിൽ പറയുന്ന കാര്യം നമുക്കറിയാം, നമ്മൾ മറ്റുള്ളവരോട് ചെയ്യുന്ന ചെറിയ സഹായങ്ങൾ, ചെറിയ കരുണയുടെ പ്രവർത്തനങ്ങൾ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ കഥയിൽ ഒരുപാട് തീംസ് ഉണ്ട്. ഒന്ന് പറയാൻ നമുക്കറിയാം, പെലയോ ഇദ്ദേഹത്തിന് ഇട്ടുകൊടുത്ത ഒരു ചെറിയ പുതപ്പ്, ആ പുതപ്പിലാണ് അദ്ദേഹം ആ ഒരു മഴക്കാലം, ആ തണുപ്പിനെ പ്രതിരോധിച്ച് നല്ല രൂപത്തിൽ അതിനെ അതിജീവിച്ചു വന്നത്. പിന്നീട് അദ്ദേഹം വേനൽക്കാലമായപ്പോൾ അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അദ്ദേഹം നല്ല രൂപത്തിൽ എത്തി എന്ന് പറഞ്ഞു. അപ്പൊ പെലയോ കൊടുത്ത ഒരു ചെറിയ പുതപ്പാണ് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചതും അദ്ദേഹത്തിന് പിന്നീട് ചിറകുകൾ വരാനും അല്ലെങ്കിൽ തൂവലുകൾ വരാനും പറന്നു പോകാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അദ്ദേഹത്തിന് ആ സഹായം അവർ ചെയ്തു കൊടുത്തില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, അദ്ദേഹം ചിലപ്പോ അവിടെ കിടന്നു മരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ചെയ്തു കൊടുക്കുന്ന ചെറിയ സഹായങ്ങൾ പോലും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും. ഒരു പക്ഷെ നമ്മൾ അറിയണമെന്നില്ല എന്നുള്ളതാണ് ഈ കഥയിൽ പറയുന്നത്. ഓക്കെ, അപ്പോ എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് എന്ന് പറയുന്ന ഒരു വലിയ ചിറകുകളുള്ള പ്രായമായ മനുഷ്യന്റെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.